ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇനി അടുത്ത 36-ാമത്തെ ശ്ലോകത്തിൽ ശ്രീ മഹാത്രിപുരസുന്ദരി ദേവിയുടെ ശരീര അവയവങ്ങളുടെ പരിണാമരൂപിണികളാണ് ശ്രീചക്രത്തിലെ ആവരണ ദേവതകൾ എന്ന് പറയുകയാണ്. 36-ാമത്തെ ശ്ലോകം. സേയം പരാമഹേഷി ചക്രാകാരേണ പരിണമേത യദാ തദ്ദേഹാവയവാനാം പരിണതിരാവരണ ദേവതാ സർവാഹ. ഇത് പദം പിരിച്ച് ഇങ്ങനെ വായിക്കാം. സേയം പരാമഹേഷി ചക്ര ആകാരേണ പരിണമേത യദാ തദ് ദേഹ അവയവാനാം പരിണതിഹി ആവരണ ദേവതാഹ സർവാഹ. പദങ്ങളുടെ അർത്ഥം നോക്കാം. സേയം പരാമഹേഷി, സാ ഇയം പരാമഹേഷി. ഇതുവരെ വിമർശിക്കപ്പെട്ട മഹേശ്വരിയാകുന്ന പരാഭട്ടാരികാ സ്വരൂപ ചിത്ശക്തി ശ്രീ മഹാത്രിപുരസുന്ദരി ദേവി യഥാ എപ്പോ ചക്ര ആകാരേണ പരിണമേത് ശ്രീചക്ര രൂപത്തിൽ പരിണമിച്ചുവോ തഥാ അപ്പോ, ഇവിടെ തഥാ എന്ന് ഗ്രഹിച്ചുകൊള്ളണം, തദ്ദേഹ അവയവാനാം ആ പരദേവതയുടെ ശരീര അവയവങ്ങളുടെ പരിണതിഹി പരിണാമമായി ആവരണ ദേവതാഹ സർവാഹ സകല ആവരണ ദേവതകളും ഉണ്ടായി. അർത്ഥം ലളിതമാണ്. നവയോന്യാത്മക ശ്രീചക്രസ്വരൂപിണിയായി പ്രപഞ്ചരൂപിണിയായി ചിത്ശക്തി ശ്രീ മഹാത്രിപുരസുന്ദരി ഭാവത്തിൽ ആവിർഭവിച്ചപ്പോൾ ശ്രീചക്രമാകുന്ന തൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി ശരീരഭാഗങ്ങളായി ആവരണ ദേവതകളുടെ ആവിർഭാവവും സംഭവിച്ചു എന്ന് അർത്ഥം. എന്ന് വെച്ചാൽ ദേവിയുടെ ശരീര അവയവങ്ങളാണ് ആവരണ ദേവതകൾ എന്ന് ഭാവം. സാ ഇയം പരാ മഹേഷി, പരദേവതയെ ഉദ്ദേശിച്ചിട്ടുള്ള 4 വേറിട്ട വിശേഷണങ്ങളാണ് സാ ഇയം പരാ മഹേഷി. ഇതിന് ചിദ്വല്ലി വ്യാഖ്യാനത്തിൽ ശ്രീ നടനാനന്ദനാഥർ കൊടുത്തിട്ടുള്ള വിവരണം ഇങ്ങനെയാണ്. സേയം അപരിച്ഛിന്ന അനന്ത തേജോരാശിമയി പരാ സർവോത്കൃഷ്ട മഹേഷി അനന്തകോടി യോഗിനീ വൃന്ദ സമാരാധിത നിത്യ നിരവധിക അതിശയ ആനന്ദമയ ആത്മസാമ്രാജ്യ സമ്പദ അഭിമാനശാലിനി. എന്താണ് ഇതിൻ്റെ അർത്ഥം? സേയം അപരിച്ഛിന്ന അനന്ത തേജോരാശിമയി. സേയം അതായത് സാ ഇയം. സാ എന്ന് പറഞ്ഞാൽ അവൾ, ഇയം എന്ന് പറഞ്ഞാൽ ഇവൾ. ആ അവളാണ് ഈ ദേവി എന്നർത്ഥം. അപ്പോൾ സാ ഇയം എന്നതിന് ഇടതടവില്ലാത്ത പരിച്ഛേദിക്കപ്പെടാത്ത അതിരറ്റ കിരണസമൂഹങ്ങളോട് കൂടിയവൾ ആരാണോ അതാണ് ഈ ദേവി. സാ ഇയം സർവോത്കൃഷ്ട അനന്തകോടി യോഗിനീ വൃന്ദ സമാരാധിത. ഏറ്റവും ഉത്കൃഷ്ടയായവളും അനന്തകോടി യോഗിനികളുടെ സംഘത്താൽ നന്നായി ആരാധിക്കപ്പെടുന്നവളും ആയതുകൊണ്ട് പരാ എന്നും സാ ഇയം പര പര എന്നും നിത്യ നിരവധിക അതിശയ ആനന്ദമയ, അതായത് ശാശ്വതമായ അസംഖ്യമായ ആനന്ദപൂരിതമായ ആത്മസാമ്രാജ്യ സമ്പദ അഭിമാനശാലിനി. തൻ്റെ സ്വാത്മസാമ്രാജ്യമായ ഈ പ്രപഞ്ച സമ്പത്തിൽ അഭിമാനിക്കുന്നത് കൊണ്ട് മഹേഷി എന്നും അറിയപ്പെടുന്നവൾ എന്ന് അർത്ഥം. യഥാ സാ പരമാശക്തി സ്വേച്ഛയാ വിശ്വരൂപിണി സ്ഫുരത്താം ആത്മനഃ പശ്യേത് തഥാ ചക്രസ്യ സംഭവഃ. ഇത് യോഗിനി ഹൃദയത്തിൽ ചക്രസങ്കേതത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. എങ്ങനെയാണ് ചിത്ശക്തി ശ്രീചക്ര രൂപമെടുക്കുന്നത് എന്നത് വളരെ മനോഹരമായി വിവരിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. പരമേശ്വരിയായ ആ ചിത് ശക്തി തൻ്റെ സ്വന്തം ഇച്ഛയാൽ സ്ഫുരണ രൂപത്തിൽ
താൻ പ്രപഞ്ചമായി വികസിക്കുന്നത് സ്വയം വീക്ഷിച്ചപ്പോൾ ആത്മസാമ്രാജ്യമായ ശ്രീചക്രത്തിൻ്റെ രൂപമായി പരിണമിച്ചു എന്ന അർത്ഥം. ശ്രീചക്രത്തിൻ്റെ ഈശ്വരീയത്വം ഭംഗിയായി പ്രകടമാക്കുന്ന ഒരു ശ്ലോകമാണ് ഇത്. പിന്നീട് യോഗിനി ഹൃദയത്തിൽ തന്നെ പൂജാസങ്കേതത്തിൽ ശ്രീ പരമേശ്വരൻ ദേവിയോട് പറയാണ്, ചതുഷ്ഷഷ്ടിയുതാ കോട്യോ യോഗിനീനാം മഹൗജസാം ചക്രമേതത് സമാശ്രിത്യ സംസ്ഥിത വീരവന്ദിതേ. മഹത്തായ ഓജസ്സോടു കൂടിയുള്ള മഹാശക്തിശാലിനികളായ 64 കോടി യോഗിനികൾ ഈ ചക്രത്തിൽ സമ്മേളിച്ചിരിക്കുന്നു. അവർ ദേവീ ശരീരമായ ശ്രീചക്രത്തിൻ്റെ അവയവങ്ങളായി സ്ഥിതി ചെയ്യുന്നു. ത്വമേവ താസാം രൂപേണ ക്രീഡസേ വിശ്വമോഹിനി. എന്നാൽ ആ യോഗിനികൾ ആരും തന്നെ വേറിട്ട ശക്തി സ്വരൂപിണികളല്ല. ആ ചിത്ശക്തിയായ ശ്രീ മഹാത്രിപുരസുന്ദരി തന്നെയാണ് ഈ 64 കോടി യോഗിനി ശക്തികളുടെയും രൂപത്തിൽ വിലസി വിളയാടുന്നത് എന്ന് അർത്ഥം. ത്വമേവ താസാം രൂപേണ ക്രീഡസേ വിശ്വമോഹിനി. ശ്രീ അമൃതാനന്ദനാഥർ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ വിശ്വമോഹിനി എന്നുള്ള ആ പദത്തിന് അർത്ഥം പറയുന്നത് സംസാരിത്വ ഉപപാദനകാരിണി എന്നാണ്. സംസാരിത്വം എന്ന് വെച്ചാൽ എന്താണ്? ജീവജാലങ്ങളുടെ പ്രപഞ്ച ജീവിതത്തിൻ്റെ അവസ്ഥ. അത് സ്ഥാപിക്കുന്നതിന്, സാധിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്നവൾ. ഉപപാദനം എന്ന് വെച്ചാൽ സാധിപ്പിക്കുന്നത് എന്നർത്ഥം. പ്രാപഞ്ചികമായ സംസാരദശയ്ക്ക് കാരണമായിരിക്കുന്നവൾ. ത്വമേവ താസാം രൂപേണ ക്രീഡസേ വിശ്വമോഹിനി. എങ്ങനെയാണ് ക്രീഡാവിലാസം? ഏകാസതി ഭഗവതി പരമാർത്ഥതോ അപി സദൃശ്യസേ ബഹുവിധ നനു നർത്തകീവ. ഒരു സ്റ്റേജിൽ അതിവേഗത്തിൽ കറങ്ങി നൃത്തം ചെയ്യുന്ന ഒരു നർത്തകി ദ്രുതഗതിയിലുള്ള അവളുടെ ആ ചലനം കാരണം ഒരേ സമയത്ത് തന്നെ അരങ്ങിൻ്റെ പല ഭാഗങ്ങളിലും ഉള്ളതുപോലെ കാണപ്പെടുന്നു. അതുപോലെ ഏകയായ ഭഗവതി ബഹുവിധത്തിലുള്ള ശക്തിരൂപിണികളായി കാണപ്പെടുന്നു എന്ന് ശ്രീ അമൃതാനന്ദനാഥർ തൻ്റെ വ്യാഖ്യാനത്തിൽ ഉപമിച്ചിരിക്കുകയാണ്. പ്രപഞ്ചമാകുന്ന രംഗമന്ദിരത്തിൽ വൈവിധ്യ ശക്തിരൂപങ്ങളിൽ വിലസുന്നു ചിത് ശക്തിയായ ഭഗവതി. ഇനി ആവരണ ദേവതകളുടെ വിവരണം. സർവാനന്ദമയ ചക്രമാകുന്ന ബിന്ദുവിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് അടുത്ത 37ാമത്തെ ശ്ലോകം മുതൽ. അടുത്ത 2 ശ്ലോകങ്ങളുടെയും അർത്ഥം 37ഉം 38ഉം ശ്ലോകങ്ങളുടെ അർത്ഥം ഒരുമിച്ച് മനസ്സിലാക്കാം. ആസീനാ ബിന്ദുമയേ ചക്രേ സാ ത്രിപുരസുന്ദരീ ദേവി കാമേശ്വരാങ്കനിലയാ കലയാ ചന്ദ്രസ്യ കൽപ്പിതോത്തം സാ പാശാങ്കുശേക്ഷു ചാപ പ്രസൂനശര പഞ്ചകാഞ്ചിതസ്വകരാ ബാലാരുണാരുണാംഗി ശശിഭാനുകൃശാനുലോചന ത്രിതയാ. പദങ്ങളുടെ അർത്ഥം നോക്കാം. ആദ്യം 37ാം ശ്ലോകം, അതിൻ്റെ അവസാനത്തെ 2 വരി എടുക്കാം. കാമേശ്വരാങ്ക നിലയാ കലയാ ചന്ദ്രസ്യ കൽപ്പിതോത്തംസ. കാമേശ്വരാങ്ക നിലയ, കാമേശ്വരനാകുന്ന ശ്രീ പരമേശ്വരൻ്റെ ഇടത്തെ മടിത്തട്ടിൽ ഇരിക്കുന്നവളും ചന്ദ്രസ്യ കലയ, ചന്ദ്രകലയാൽ കൽപ്പിത ഉത്തംസ, ഉണ്ടാക്കപ്പെട്ട ശിരോഭൂഷണം ഉള്ളവളും. എന്താണ് ഭഗവതി ശിരസിൽ ഭൂഷണമായി ധരിച്ചിട്ടുള്ള ഈ ചന്ദ്രകല സൂചിപ്പിക്കുന്നത്? അത്ര കൽപ്പിതപദേന ചന്ദ്രമണ്ഡലസ്യ ഭഗവതി ലീലോപകരണത്വം ലക്ഷ്യത്തെ. അതായത് ചന്ദ്രനെ കലയായി കൽപ്പിച്ചിരിക്കുന്നു എന്നതിന് കുണ്ടലിനി സ്വരൂപത്തിൽ ശരീരത്തിലെ ചന്ദ്രമണ്ഡലത്തിൽ വിഹരിക്കുന്നത് കൊണ്ട് ചന്ദ്രമണ്ഡലം തൻ്റെ ക്രീഡയ്ക്കുള്ള ഉപകരണമായി സ്വീകരിച്ചിരിക്കുന്നവൾ എന്നും ഒരു സൂക്ഷ്മാർത്ഥം ശ്രീ നടനാനന്ദനാഥർ പറയുന്നുണ്ട്. ഇനി അടുത്ത 38ാമത്തെ ശ്ലോകത്തുനിന്ന് പാശാങ്കുശേഷു ചാപ പ്രസൂന ശരപഞ്ചകാഞ്ചിത സ്വകര. അതായത് പാശ, അങ്കുശ, ഇക്ഷുചാപ
പ്രസൂനശരപഞ്ചക അഞ്ചിത സ്വകര. പാശം, അങ്കുശം, കരിമ്പുവില്ല്, 5 തരം പുഷ്പങ്ങളെ കൊണ്ടുള്ള ബാണങ്ങൾ, ഇവയാൽ അലങ്കരിക്കപ്പെട്ട 4 കൈകളുള്ളവളും, ബാലാരുണാരുണാംഗി, ബാല അരുണ അരുണ അങ്കി. ബാലാരുണൻ ബാലസൂര്യനാണ്. ബാലസൂര്യൻ്റെ, അതായത് ഉദിച്ചു വരുന്ന സൂര്യൻ്റെ അരുണവർണം, ഇളം ചുമപ്പ് നിറമുള്ള ശരീരകാന്തിയോട് കൂടിയവളും, ശശിഭാനു കൃശാനു ലോചന ത്രിതയ എന്ന് വെച്ചാൽ ശശി, ഭാനു, കൃശാനു. കൃശാനു എന്ന് വെച്ചാൽ അഗ്നി. കൃശമായ, ഏറ്റവും ചെറുതാണെങ്കിലും ഉടൻ വർദ്ധിച്ച് കത്തി പടരുന്നത് എന്നർത്ഥത്തിൽ കൃശാനു അഗ്നിയാണ്. അപ്പോൾ ശശി, ഭാനു, കൃശാനു ലോചന ത്രിതയ, ചന്ദ്രൻ, സൂര്യൻ, അഗ്നി എന്നിവർ 3 കണ്ണുകളായി ഉള്ളവളും. ഇവിടെ സൂര്യചന്ദ്രാഗ്നി തേജോ ഗോളങ്ങളുടെ പ്രത്യേകത ഇതിനു മുമ്പ് 7-ാം ശ്ലോകത്തിൻ്റെ വിവരണത്തിൽ പറഞ്ഞിരുന്നു. എന്നാലും അതൊന്നും കൂടിയും ആവർത്തിക്കുകയാണ്. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ഈ 3ൻ്റെയും സവിശേഷത എന്താണ്? ഋഗ്വേദം തൊട്ടുള്ള 3 വേദങ്ങളിലും സ്തുതിക്കപ്പെട്ടിരിക്കുന്ന ദേവതകളാണ് ഈ 3. നമുക്ക് പ്രത്യക്ഷമായി ഇന്നും കാണാവുന്ന വൈദിക ദേവതകൾ. മാത്രല്ല, സൂര്യ പ്രമാണമിത്യാഹു സോമഹമേയം പ്രചക്ഷതേ യോയം വഹ്നിപരം തത്വം പ്രമാതുഹു ഇതമേവ തത്ത്. അഗ്നി പ്രമാതാവാണ്, അറിയുന്നവൻ സബ്ജക്റ്റ്. അഗ്നി കൊണ്ട് ജ്വലിക്കുന്ന സൂര്യനാണ് അറിവ്, അതായത് അറിയുന്നവനെ ആശ്രയിച്ചിരിക്കുന്ന അറിവ്. അതാണ് പ്രമാണം അഥവാ നോളജ്. സൂര്യന്റെ സഹായത്തിൽ ചുരുങ്ങിയ അളവിൽ പ്രകാശം തരുന്ന ചന്ദ്രൻ അറിവുകൊണ്ട് തെളിയുന്ന പ്രമേയം, അതായത് അറിയപ്പെടുന്നതായ ഓബ്ജക്റ്റ്. ഇങ്ങനെ കൃത്യമായിട്ടാണ് ത്രിപുടിയുടെ സ്വഭാവമായിട്ട് ഈ 3 തേജസ്സുകൾ പ്രകാശിക്കുന്ന രീതി പൊരുത്തപ്പെട്ടിരിക്കുന്നത്. ത്രിപുടിയിൽ പ്രമാതാവായ സബ്ജക്റ്റാണ് ഏറ്റവും ശ്രേഷ്ഠം, അതാണ് അഗ്നി. അഗ്നി കൊണ്ടുണ്ടായ ഒരു ഗോളം മാത്രമാണ് സൂര്യൻ. അതുപോലെ പ്രമാതാവ്, സബ്ജക്റ്റ് സ്വയം ഉണ്ടാക്കുന്ന ഒന്നാണ് അറിവ്. അതുകൊണ്ടാണല്ലോ ഓരോരുത്തർക്കും ഓരോ ലെവലിൽ അറിവുള്ളത്. ആ അറിവിനെയാണ് സൂര്യൻ കുറിക്കുന്നത് പ്രമാണം. അറിയുന്ന പ്രമാതാവിൻ്റെ അറിവിൻ്റെ നിലവാരം അനുസരിച്ചാണ്, അതായത് നോളജ് ക്വാളിറ്റി അനുസരിച്ചാണ് അറിയപ്പെടുന്ന വസ്തു, ഓബ്ജക്റ്റ്. അതുകൊണ്ടാണ് ഓരോരുത്തരും ഓരോന്നും ഓരോ രീതിയിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പ്രമേയം, ഓബ്ജക്റ്റ് ഗ്രഹിക്കപ്പെടുന്നത്. അതാണ് സൂര്യൻ്റെ സഹായത്തിൽ പരിമിതമായി പ്രകാശിക്കുന്ന ചന്ദ്രൻ. അപ്പോൾ പ്രപഞ്ച വ്യവഹാരം ത്രിപുടിയിൽ കൂടി വീക്ഷിക്കുന്നു എന്നത് സൂചിപ്പിക്കാനാണ് സൂര്യചന്ദ്രാഗ്നികളെ ശിവശക്തികളുടെ 3 കണ്ണുകളായി പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്നത്. പിന്നെ 37-ാമത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ 2 വരികളാണ് ആസീന ബിന്ദുമയേ ചക്രേ സാ ത്രിപുരസുന്ദരി ദേവി. സാ ത്രിപുരസുന്ദരി ദേവി സകല തത്വസ്വരൂപിണിയും തത്വാതീതയും അപരിച്ഛിന്നയും ശരീരത്രയ സാക്ഷിണിയുമായ ശ്രീ മഹാത്രിപുരസുന്ദരി ദേവി. ഇവിടെ ദേവി എന്നതിന് ശ്രീ നടനാനന്ദനാഥർ വിശ്വസർജനാദി വ്യാപാര വിനോദിനി എന്നാണ് വിശേഷാർത്ഥം കൊടുത്തിരിക്കുന്നത്. ദിവ് എന്ന ധാതുവിന് ക്രീഡിക്കുക എന്ന അർത്ഥമുള്ളതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടി മുതലായ ക്രീഡകളിൽ വിനോദിക്കുന്നവൾ ദേവി എന്ന് സാരം. ആ പരദേവതയായ ശ്രീ ത്രിപുരസുന്ദരി ദേവി ബിന്ദുമയേ ചക്രേ, ആത്മസ്വരൂപ വിഹരണമാകുന്ന സർവാനന്ദമയ ബിന്ദുപീഠത്തിൽ ആസീന, ഉപവിഷ്ടയായിരിക്കുന്നു. ആ ബൈന്ദവ മഹാപീഠത്തിൽ വിരാജമാനയായി ഇരിക്കുന്നു. അപ്പോൾ ഈ 2 ശ്ലോകങ്ങളുടെയും ഒരുമിച്ചുള്ള അർത്ഥം ഇങ്ങനെയാണ്. കാമേശ്വരനാകുന്ന ശ്രീ പരമേശ്വരന്റെ ഇടത്തെ മടിത്തട്ടിൽ ഇരിക്കുന്നവളും ശിരസിൽ ചന്ദ്രക്കല ധരിച്ചിരിക്കുന്നവളും പാശം, അങ്കുശം, കരിമ്പുവില്ല്, പുഷ്പബാണങ്ങൾ ഇവ ധരിച്ചിട്ടുള്ള 4 തൃക്കൈകളോട് കൂടിയവളും
ഉദിച്ചു വരുന്ന സൂര്യന്റെ ഇളം ചുമപ്പ് നിറത്തിലുള്ള ദേഹകാന്തിയുള്ളവളും ചന്ദ്രൻ, സൂര്യൻ, അഗ്നി എന്ന 3 തേജോമണ്ഡലങ്ങളും 3 കണ്ണുകളായുള്ളവളും ആയ ആ ശ്രീ മഹാത്രിപുര സുന്ദരി ദേവി ഉപാസകന് ആത്മൈക്യം ആകുന്ന പരമാനന്ദം പ്രാപ്തമാക്കി കൊടുക്കുന്ന സർവാനന്ദമയ ചക്രം എന്ന പേരുള്ള ബിന്ദുപീഠത്തിൽ ആസനസ്ഥയായി ഇരിക്കുന്നു എന്ന് അർത്ഥം. അഖണ്ഡമായ ആനന്ദത്തിൻ്റെ സ്വരൂപമാണ് സർവ ആനന്ദമയം എന്ന പദം കുറിക്കുന്നത്. സദാനന്ദപൂർണ സ്വാത്മൈവ പരദേവത ലളിത. ആ അഖണ്ഡ ആനന്ദ സ്വരൂപിണിയാണ് ആത്മദേവതയായ പരദേവത ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരി എന്ന് ഭാവനോപനിഷത്തും പറയുന്നു. വിശ്വോത്പത്തിയുടെ സ്ഥാനമാണ് ബിന്ദു എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ആ ഉത്പത്തി ശിവശക്തി മേളനം കൊണ്ടുണ്ടാവുന്ന ആനന്ദത്തിലാണ് ഉദ്ഭവിക്കുന്നത്. ശ്രീ അഭിനവഗുപ്താചാര്യർ തന്ത്രാലോകത്തിൽ പറയുകയാണ്, അകുലസ്യാസ്യ ദേവസ്യ കുലപ്രധനശാലിനി കൗലികീ സാ പരാശക്തി അവിയുക്തോ യയാ പ്രഭു തയോർയദ്യാമലം രൂപം സ സംഘട്ട ഇതി സ്മൃതഃ ആനന്ദശക്തി സൈവോക്ത യതോ വിശ്വം വിസൃജ്യതേ. ഇതിൻ്റെ വിവേകം എന്ന തൻ്റെ വ്യാഖ്യാനത്തിൽ ശ്രീ ജയരഥാചാര്യർ വിശദീകരണം കൊടുത്തിട്ടുള്ളതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അകുലസ്വരൂപനായ, അതായത് പ്രപഞ്ചവുമായി ഒരു ബന്ധവുമില്ലാത്ത ശിവത്തിന് കുലാത്മകത്വം, അതായത് പ്രപഞ്ച സൃഷ്ടിയുമായി ബന്ധമുണ്ടാക്കാൻ വെളിപ്പെട്ട പരാശക്തി കൗലികി എന്നറിയപ്പെടുന്നു. കുലപ്രധനശാലിനിയാണ് പരാശക്തി. ശാക്തപ്രസാരാത്മനോ ജഗതോ യത് പ്രധനം തേന ശാലത്തെ തച്ഛീല. അതായത് അകുലരൂപനായ ശിവത്തിൻ്റെ ശാക്തപ്രസാരം, ശക്തിയുടെ പ്രസരിപ്പായിട്ടാണ് ഈ പ്രപഞ്ചം. ആ പ്രസരമുണ്ടാക്കുന്നത് കൊണ്ട്, കുലമാകുന്ന പ്രപഞ്ചത്തെ വിരിക്കുന്നത് കൊണ്ട് കൗലികി ശക്തി. ആ ശക്തിയുമായി അവിയുക്തനാണ് ശിവൻ. ആ യാമള രൂപം, അവരുടെ ആ ഇരട്ടയായിട്ടുള്ള സ്വരൂപം പരസ്പരം സാമരസ്യത്തിലാവുമ്പോൾ അത് സംഘട്ടം എന്ന് അറിയപ്പെടുന്നു. എന്താണ് ഈ സംഘട്ടം? ശിവശക്തിയോഹോ സംഘട്ട ഇതി സമ്യക് ഘട്ടനം ചലനം സ്പന്ദരൂപത സ്വാത്മോച്ഛലത്ത ഇത്യർത്ഥഃ. അതായത് സ്പന്ദരൂപത്തിലുള്ള സ്വാത്മ ഔന്മുഖ്യം, അതായത് പരസ്പരം സ്പന്ദിച്ച് യോജിച്ചുള്ള ഉയർച്ച, അതാണ് ഈ സംഘട്ടം. ആ സംഘട്ടത്തിൽ ആനന്ദസ്വരൂപിണിയായി ചിത് ശക്തി ഉയരുന്നു. ശിവശക്തി ബിന്ദുക്കളിൽ നിന്നും ഉണ്ടാകുന്ന മിശ്രബിന്ദു, അതാണ് കാമകലാബിന്ദു. അത് വിസ്മരിക്കരുത്. പിന്നീട് ആ ആനന്ദത്തിൽ നിന്നും ഇച്ഛാജ്ഞാന ക്രിയാശക്തികളും അതോടുകൂടി വിശ്വത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ ഉയർച്ചയും, അതായത് 36 തത്വങ്ങളായുള്ള വികസന രൂപത്തിൽ സൃഷ്ടിയും സംഭവിക്കുന്നു എന്ന് അർത്ഥം. ശിവശക്തികളുടെ ഈ സാമരസ്യ സംഘട്ട സ്ഥാനമായ ബിന്ദുവിന് സർവാനന്ദമയം എന്ന പേര് സിദ്ധിച്ചിരിക്കുന്നതിന് കാരണവും ആ ആനന്ദശക്തിയുടെ വെളിപ്പെടൽ തന്നെയാണ്. യോഗിനി ഹൃദയത്തിൽ പറഞ്ഞിരിക്കുകയാണ്, സർവാനന്ദമയം ശിവശക്തി ലക്ഷണ പ്രകാശ വിമർശ സാമരസ്യ രൂപത്വാത് അത്ര സർവത്ര പ്രവൃത്തി നിമിത്ത ഭേദാത് അദ്വൈത വിശ്രാന്തിരേവ പരമാർത്ഥ. ശിവശക്തികളുടെ പ്രകാശവിമർശ സമരസഭാവത്തിലുള്ളതാണ് സർവാനന്ദമയ ചക്രമാകുന്ന മധ്യബിന്ദു. പ്രവൃത്തി കാരണങ്ങളെല്ലാം ഒഴിഞ്ഞ് ദ്വന്ദ്വങ്ങളില്ലാത്ത പാരമാർത്ഥികമായ വിശ്രാന്തി തലമാണ് അത് എന്ന് ശ്രീ അമൃതാനന്ദനാഥരും തൻ്റെ ദീപികാ വ്യാഖ്യാനത്തിൽ വിശേഷാർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഈ സർവാനന്ദമയ ചക്രമാകുന്ന ശ്രീചക്ര മധ്യബിന്ദുവിൽ സ്ഥിതി ചെയ്യുന്ന പരാപര രഹസ്യ യോഗിനി ശ്രീ മഹാഭട്ടാരിക ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരിയുടെ ധ്യാനോക്ത രൂപമാണ് ശ്രീ കാമകലാവിലാസത്തിലെ ഈ 2 ശ്ലോകങ്ങളിലായി വിവരിച്ചത്. ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരിയുടെ ധ്യാനത്തിൽ വിവരിച്ചിട്ടുള്ള സ്വരൂപ ഘടന എല്ലാ ശ്രീവിദ്യോപാസകരും അറിയുന്നത് തന്നെയാണ്.
പരദേവതയുടെ ആ ധ്യാനോക്ത രൂപം വളരെ പ്രധാനമായതുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് നോക്കാം. യോഗിനീ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരണം ഇങ്ങനെയാണ്: വിശ്വാകാര പ്രധാധാര നിജരൂപ ശിവാശ്രയം കാമേശ്വരാങ്ക പര്യങ്ക നിവിഷ്ടമതിസുന്ദരം ഇച്ഛാശക്തിമയം പാശം അങ്കുശം ജ്ഞാനരൂപിണം ക്രിയാശക്തിമയേ ബാണധനുഷീ ദധതുജ്വലം. വിശ്വാകാരപ്രഥ ആധാര നിജരൂപ ശിവാശ്രയം. വളരെ സാരഗർഭിതമായ വരിയാണ്. വരിയിലെ വാക്കുകളാണ് ഇവിടെ യോഗിനീ ഹൃദയ തന്ത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. വിശ്വാകാരപ്രഥ എന്ന് വെച്ചാൽ വിശ്വത്തിൻ്റെ വികസനമായിട്ടും ചിത് ശക്തി സ്വരൂപത്തിൽ അതിൻ്റെ ആധാരമായിട്ടും അതിൻ്റെ താങ്ങ് ആയിട്ടും നിജരൂപ പ്രപഞ്ചോത്പത്തിയോടുകൂടി തന്നെ ഉണ്ടാവുന്ന വ്യാവഹാരികമായ ലൗകിക ദശയിൽ സ്വീകരിച്ചിരിക്കുന്ന തൻ്റെ രൂപമായിട്ടും, കാരണം ധ്യാനോക്ത രൂപം പ്രാപഞ്ചിക തലത്തെ സംബന്ധിച്ചതാണ് എന്നതുകൊണ്ട് തന്നെ അടുത്ത വരികളിൽ പറയാനിരിക്കുന്ന 4 കൈകളോടുകൂടിയ സ്വരൂപമായിട്ടും, പിന്നെ ശിവാശ്രയം, ആ ജഗത് സൃഷ്ടിയിൽ ശ്രീപരമേശ്വരൻ്റെ തന്നെ സ്ഥായിത്വത്തിന് ആശ്രയമായിട്ടും ഉള്ളവളാണ് ആ പരാശക്തി. എന്ന് വെച്ചാൽ പാരമാർത്ഥിക ദശയിൽ ശക്തി ശിവത്തിൻ്റെ ഉള്ളിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. എന്നാൽ വ്യാവഹാരിക ദശയുടെ ആവിർഭാവത്തിൽ തൻ്റെ തന്നെ പ്രതിബിംബമായി വിശ്വം ഉന്മീലനം ചെയ്യപ്പെടുമ്പോൾ ചിത് ശക്തിയെ ആശ്രയിച്ചാണ് ശ്രീ പരമേശ്വരൻ ജീവജാലങ്ങളായി പ്രതിഫലിക്കുന്നത്. അതുകൊണ്ടാണ് ശിവാശ്രയം, ശിവത്തിൻ്റെ ആശ്രയസ്ഥാനം എന്ന് ശക്തി സ്വരൂപം വിവരിക്കുമ്പോൾ ഇവിടെ യോഗിനീ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിശ്വാകാര പ്രധാധാര നിജരൂപ ശിവാശ്രയം. അടുത്തത് കാമേശ്വരാങ്ക പര്യങ്ക നിവിഷ്ടം അതിസുന്ദരം. നേരത്തെ പറഞ്ഞ ആ നിജരൂപം എന്നത് അതിമനോഹര ലാവണ്യവതിയായി ശിവശക്തി ഐക്യരൂപിണിയായി കാമേശ്വരനായ ശ്രീ പരമേശ്വരൻ്റെ ഇടത്തെ മടിത്തട്ടിലിരിക്കുന്ന ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരി സ്വരൂപമാണ് കാമേശ്വരാങ്ക പര്യങ്ക നിവിഷ്ടം അതിസുന്ദരം. പിന്നെ പറയുന്നത് ഇച്ഛാശക്തിമയം പാശം അങ്കുശം ജ്ഞാനരൂപിണം ക്രിയാശക്തിമയേ ബാണധനുഷീ ദധതുജ്വലം. ആ കാമേശ്വരിമാർ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇച്ഛാശക്തിയെ പാശമായും ജ്ഞാനശക്തിയെ അങ്കുശമായും ക്രിയാശക്തിയെ വില്ലും അമ്പുകളുമായും, അതായത് കരിമ്പ് വില്ലും 5 തരം പുഷ്പങ്ങളാകുന്ന ബാണങ്ങളായും ആ 2 പേരും ധരിച്ചും കൊണ്ടിരിക്കുകയാണ്. ശ്രീ കാമേശ്വരീമാർ തമ്മിൽ പരസ്പരം ആശ്രയീഭാവമാണ്. ആശ്രയീഭേദേന അഷ്ടധാ ഭിന്നഹേതിമത്ത്. ആശ്രയീഭാവത്തിൽ ഒരേപോലെയുള്ള ആയുധങ്ങളായതുകൊണ്ട് 8 ആയുധങ്ങളായി ഭിന്നമായിരിക്കുന്നു എന്ന അർത്ഥം. ശ്രീ കാമേശ്വരൻ്റെ കയ്യിലുള്ള 4 ആയുധങ്ങളും ശ്രീ കാമേശ്വരിയുടെ കയ്യിലുള്ള 4 ആയുധങ്ങളും. ഇനി ആയുധങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് പാശം? സ്വാത്മരൂപ ഭേദബന്ധന സന്ധാനഭൂത ഇച്ഛാശക്തി സ്വരൂപ പാശ. അതായത് താനൊരു വേറിട്ട അണുവാണ് എന്ന് ഭേദഭാവം ജീവാത്മാവിൽ ഉണ്ടാക്കുന്ന ബന്ധനശക്തിയായ ഇച്ഛയുടെ സ്വരൂപമാണ് പാശം. പാശം അതായത് കയറ് വീശി എറിഞ്ഞു പിടിക്കാനുള്ളതാണ്. ഇഷ്ടമുള്ളതൊക്കെ കരസ്ഥമാക്കാനുള്ള പ്രവണത പൊതുവായുള്ള ഒരു ജന്തുധർമ്മമാണ്, അല്ലേ? മാത്രമല്ല പാശം ബന്ധിപ്പിക്കുന്നതുമാണ്. ജീവിതത്തോട് ജീവജാലങ്ങളെ അതിയായ ഇച്ഛയോടുകൂടി ആസക്തിയോടുകൂടി ബന്ധിപ്പിക്കുന്നത്. ഇച്ഛാശക്തിയായ പാശം തന്നെയാണ് രാഗം. പ്രാപഞ്ചിക ദശയായ ലൗകിക ജീവിതത്തിനോടുള്ള ഇച്ഛ അഥവാ അനുരാഗമാണ് പാശം. അതുകൊണ്ടാണ് രാഗസ്വരൂപ പാശാഢ്യ എന്ന് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അങ്കുശം. എന്താണ് അങ്കുശം? അങ്കുശഃ സ്വരൂപഭേദ
ദലനോപായാത്മക ജ്ഞാനശക്തിമയ. ഭേദദലന ഉപായാത്മകം. ജീവാത്മാവിലുള്ള ആ ഭേദഭാവം ദലനം ചെയ്യുന്നതിന്, അതായത് പൊളിക്കുന്നതിന്, നശിപ്പിക്കുന്നതിന് ഉള്ള ഉപായമാണ് ജ്ഞാനം. ആ ജ്ഞാനശക്തിയായ അങ്കുശമാണ് ദ്വേഷം അഥവാ ക്രോധം. എന്തിനോടുള്ള ക്രോധമാണ്? ബന്ധനസ്വരൂപമായ ലൗകികതയോടുള്ള വൈരാഗ്യരൂപത്തിലുള്ളതാണ് ആ ക്രോധം. വിരക്തി വിഷയദ്വേഷ എന്നൊരു ചൊല്ലുണ്ട്. ആ വിഷയവിരക്തി ജ്ഞാനോദയത്തിന് കാരണമാകുന്നു. ജ്ഞാനോദയമാണ് ബന്ധനനാശത്തിനുള്ള ഉപായം, മോക്ഷലാഭത്തിനുള്ള വഴി. ബന്ധനസ്വരൂപത്തിലുള്ള വിഷയങ്ങളുടെ പുറകെ പോകാൻ അനുവദിക്കാതെ പിടിച്ച് നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് അങ്കുശം, ആനത്തോട്ടി ജ്ഞാനശക്തിയുടെ പ്രതീകമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്കുശം നല്ലതാണ്, പാശം ചീത്തയാണ് എന്ന് ധരിച്ചു പോകരുത്. പ്രപഞ്ച പാലനത്തിന് ആവശ്യമായ ഭോഗത്തെയാണ് ഇച്ഛാശക്തി സ്വരൂപ രാഗസ്വരൂപ പാശം കുറിക്കുന്നത്. പ്രപഞ്ചോപശമമായ മോക്ഷത്തിനെയാണ് ജ്ഞാനശക്തി സ്വരൂപ ക്രോധാകാരമായ അങ്കുശം കുറിക്കുന്നത്. കാരണം ഭോഗമോക്ഷദായിനിയാണ് പ്രപഞ്ചസ്വരൂപിണിയായി ശ്രീ മഹാത്രിപുരസുന്ദരിയുടെ ഭാവം സ്വീകരിച്ചിരിക്കുന്ന ചിത്ശക്തി. ഭോഗത്തിൽ നിന്നും മോക്ഷത്തിലേക്കുള്ള മാർഗമാണ് കർമ്മം, ക്രിയ. ആ ക്രിയാശക്തിയെയാണ് കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും കുറിക്കുന്നത്. ശബ്ദാദി ബാണാനാം മനസാ ധനുഷാ സഹ സംയോജനം ക്രിയാശക്തേരേവ വ്യാപാരഃ. പ്രാപഞ്ചിക ക്രിയകൾക്ക് അനിവാര്യമാണ് ഇന്ദ്രിയങ്ങളും മനസ്സും. ക്രിയാശക്തി സ്വരൂപങ്ങളായ കരുമ്പ് വില്ലും പത്മം, കൈരവം, കൽഹാരം, ആമ്രം, അശോകം എന്നീ 5 പുഷ്പബാണങ്ങളും കുറിക്കുന്നത് മനസ്സിനെയും 5 ഇന്ദ്രിയങ്ങളെയുമാണ്. ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാൻ ഉപസേവത്തെ എന്ന ഗീതാവചനം അനുസരിച്ച് ചെവി, കണ്ണ്, ത്വക്ക്, നാവ്, മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളുടെ ഗുണങ്ങളായ ശബ്ദം, രൂപം, സ്പർശം, രസം, ഗന്ധം എന്നീ തന്മാത്രകളെ ആശ്രയിച്ചിരിക്കുന്ന മനസ്സിൽ കൂടിയാണ് ജീവാത്മാവ് ലോകവിഷയങ്ങളെ അനുഭവിക്കുന്നത്. അപ്പൊ പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം ഈ പ്രാപഞ്ചിക ദശയിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടും ഭോഗമോക്ഷങ്ങളെ പ്രദാനം ചെയ്യുന്നതിൻ്റെ സൂക്ഷ്മതത്വം സൂചിപ്പിച്ചുകൊണ്ടുമാണ് ശ്രീ കാമേശ്വര കാമേശ്വരിമാർ ഈ 4 തരം ആയുധങ്ങളെ ധരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. മാത്രല്ല, ശ്രീ ത്രിപുരസുന്ദരി ഉപാസന ബഹിർമുഖങ്ങളായ ഇന്ദ്രിയങ്ങളെ അവയുടെ വിഷയവൃത്തികളിൽ നിന്നും പിന്തിരിപ്പിച്ച് അന്തർമുഖമാക്കാൻ വേണ്ട മനസ്സുറപ്പും ജാഗരൂകതയും ഉപാസകന് നൽകുന്നു എന്നും കൂടി മനസ്സിലാക്കേണ്ടതാണ്. ശ്രീചക്ര നവാവരണ സമഷ്ടി മന്ത്രാർച്ചന പൂജയിൽ ആയുധാർച്ചനം എന്നൊരു അംശമുണ്ട്. അതിൽ തീവ്ര ആത്മജ്ഞാന ഇച്ഛാതത്വസ്വരൂപായ പാശായ നമഃ എന്നാണ് പാശത്തിനെ ധ്യാനിക്കുന്നത്. അതായത് തീവ്രമായ ആത്മജ്ഞാനത്തിനുള്ള ഇച്ഛയുടെ സ്വരൂപമായിട്ടാണ് ഉപാസകൻ പരദേവത ധരിച്ചിരിക്കുന്ന പാശത്തെ സ്തുതിക്കേണ്ടത് എന്ന് സാരം. അതുപോലെ അനാത്മനാമരൂപദ്വേഷ തത്വസ്വരൂപായ അങ്കുശായ നമഃ, അതായത് ആത്മസംബന്ധിയല്ലാത്ത നാമരൂപ പ്രപഞ്ചത്തിനോടുള്ള വിരക്തിയാകുന്ന ദ്വേഷമായിട്ടാണ് അങ്കുശം ധ്യാനിക്കപ്പെടേണ്ടത് എന്നർത്ഥം. പുഷ്പബാണങ്ങളെ സ്തുതിക്കുന്നത് രസാസ്വാദരൂപ വിഘ്നഹരേഭ്യോ ജിതേന്ദ്രിയ തത്വസ്വരൂപേഭ്യോ ബാണേഭ്യോ നമഃ, അതായത് ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന പലതരം രസങ്ങൾ അഥവാ തീവ്രമായ ഭോഗങ്ങളാകുന്ന തടസ്സങ്ങളെ നീക്കുന്നതിനും ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നതിനും വേണ്ടിയാണ്. വിക്ഷേപരൂപ വിഘ്നഹരായ അന്തർമുഖ ശുദ്ധ മനസ്തത്വസ്വരൂപായ ധനുഷേ നമഃ, അതായത് പല രീതികളിലായി ഉള്ളിൽ നിന്നും സദാ പൊന്തിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെ അകറ്റി മാറ്റി അന്തർമുഖത്വത്തോടു കൂടിയുള്ള മനസ്സിനു വേണ്ടിയാണ് കരുമ്പ് വില്ലിനെ ധ്യാനിക്കേണ്ടത്.
വീഡിയോയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ചിത്രത്തിലുള്ളതുപോലെ ശ്രീചക്ര മധ്യത്രികോണത്തിൻ്റെ 4 വശങ്ങളിലുമായിട്ടാണ് ഈ 4 ആയുധങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ശ്രീചക്രത്തിൽ 9 ചക്രേശ്വരികൾ, ത്രിപുര, ത്രിപുരേശി, ത്രിപുരസുന്ദരി, ത്രിപുരവാസിനി, ത്രിപുരാശ്രീഹി, ത്രിപുരമാലിനി, ത്രിപുരാസിദ്ധ, ത്രിപുരാംബ, പിന്നെ മഹാത്രിപുരസുന്ദരി എന്നിങ്ങനെ ആവരണ അധീശകളായി, അതായത് 9 ആവരണങ്ങളിലെ വിവിധ ആവരണ ശക്തികൾക്കും നേതൃത്വസ്ഥാനം വഹിക്കുന്ന 9 ചക്രേശികൾ കൂടിയുണ്ട്. ഈ പേരുകളിലെല്ലാം ഒരുപോലെ കാണുന്ന ത്രിപുര എന്ന പ്രയോഗം കുറിക്കുന്നത് ത്രിപുടിയെയാണ്. അതിൻ്റെ വിശദീകരണം വഴിയെ പറയുന്നുണ്ട്. ഇവിടെ 9ാമത്തെ ആവരണമായ ഈ ബിന്ദുവിന്, സർവാനന്ദമയ ചക്രത്തിന് മഹാത്രിപുര സുന്ദരി എന്നുള്ള പേരിൽ മഹാദേവിയായ ആ പരമേശ്വരി തന്നെയാണ് ചക്രേശിയായി സ്ഥിതി ചെയ്യുന്നത്. ഈ ചക്രനായികമാർ എല്ലാവരും ത്രിപുര, ത്രിപുരേശി, ത്രിപുരസുന്ദരി തുടങ്ങി മഹാത്രിപുരസുന്ദരി വരെയുള്ള 9 ചക്രേശികളും അവർ ഓരോരുത്തരും അണിമ മുതൽ പ്രാപ്തി വരെയുള്ള 9 സിദ്ധികളെ പ്രദാനം ചെയ്യുന്നവരാണ് എന്നും കൂടി യോഗിനി ഹൃദയത്തിൽ പറയുന്നുണ്ട്. ആ സിദ്ധികളുടെയും ആവരണ ദേവതകളുടെയും സൂക്ഷ്മമായ വിശേഷാർത്ഥം അഥവാ താത്വികമായ പ്രാധാന്യം അതിവിദഗ്ധമായി ശ്രീ അമൃതാനന്ദനാഥർ തൻ്റെ ദീപികാ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ശ്രീ ഭാസ്കരറായരും തൻ്റെ സേതുബന്ധം വ്യാഖ്യാനത്തിലും വിശേഷാൽ ചില വിവരങ്ങളും തന്നിട്ടുണ്ട്. ഇതിന് വാസന എന്നാണ് പറയുന്നത്. വാസന എന്ന് വെച്ചാൽ തത്വവിവരണം എന്നാണ് അർത്ഥം. ഇനി മുതൽ അതും കൂടി ഇവിടെ വിവരിക്കുന്നതാണ്. ഇത് കൂടാതെ ബിന്ദു മുതൽ ഭൂപുരം വരെയുള്ള 9 ആവരണങ്ങളിൽ 9 മുദ്രാശക്തികളുടെ സാന്നിധ്യം കൂടിയുണ്ട്. സർവയോനി മുദ്ര, സർവബീജ മുദ്ര, സർവഖേചരി മുദ്ര, സർവമഹാങ്കുശ മുദ്ര, സർവോന്മാദിനി മുദ്ര, സർവവശങ്കരി മുദ്ര, സർവാകർഷണീ മുദ്ര, സർവവിദ്രാവിണീ മുദ്ര, സർവസംക്ഷോഭിണീ മുദ്ര എന്നീ 9 മുദ്രാശക്തികളുടെ വിവരണം യോഗിനി ഹൃദയത്തിലും അതിൻ്റെ വാസന, അതായത് തത്വാർത്ഥ വിശദീകരണം ദീപികാ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുള്ളതും അന്തർയാഗ ബഹിർയാഗ ഉപാസനകളിൽ എങ്ങനെയാണ് ഈ മുദ്രകൾ കൈവിരലുകൾ കൊണ്ട് പ്രദർശിപ്പിക്കേണ്ടത് എന്ന് വ്യാഖ്യാതാക്കളായ ഈ ആചാര്യന്മാർ വിവരിച്ചിട്ടുള്ള പ്രകാരവും കൂടി ഇവിടെ ഞാൻ വിവരിക്കുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ് അർത്ഥം വിശദീകരിക്കുകയാണെങ്കിൽ ശ്രീചക്ര ആവരണ വിവരണം ഒന്നും വിട്ടുപോകാതെ ഒരുവിധം പൂർത്തിയാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ നവമ ആവരണമായ ബിന്ദുമണ്ഡലത്തിൽ ചക്രേശ്വരിയായി മഹാത്രിപുരസുന്ദരി പ്രാപ്തിസിദ്ധിയുടെ അധിഷ്ഠാത്രിയായി നിലകൊള്ളുന്നു എന്ന് യോഗിനി ഹൃദയം പൂജാസങ്കേതത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ ദീപികാ വ്യാഖ്യാന വിവരണം നമുക്ക് നോക്കാം. ഇനി അങ്ങോട്ടുള്ള ഈ ശ്രീചക്ര ആവരണ ദേവതകളുടെ വിശദീകരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലായിട്ടും ഞാൻ യോഗിനി ഹൃദയവും അതിൻ്റെ ദീപികാ വ്യാഖ്യാനവും, പ്രധാനമായിട്ടും ദീപികാ വ്യാഖ്യാനം, അതിലില്ലാത്ത കൂടുതൽ വിശദാംശങ്ങൾ സേതുബന്ധത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സേതുബന്ധം വ്യാഖ്യാനവും ആണ് ആശ്രയിക്കാൻ പോണത്. ശ്രീചക്ര ആവരണ തത്വത്തിൻ്റെ ഒരു ഉത്തമ വിശദീകരണ ഗ്രന്ഥമാണ് യോഗിനി ഹൃദയവും അതിൻ്റെ വൈദുഷ്യപൂർണവും സാരഗർഭിതവുമായ 2 വിശിഷ്ട വ്യാഖ്യാനങ്ങളും. അതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇവിടെ അർത്ഥം പറയുന്നതിന് മുൻപായിട്ട് ഞാൻ സംസ്കൃത വ്യാഖ്യാനത്തിൻ്റെ മൂലഭാഗവും കുറച്ച് ദീർഘമാണെങ്കിലും കൂടി അതേപടി വായിക്കുന്നതുമായിരിക്കും. സംസ്കൃത ഭാഗം മനസ്സിലാവുന്നില്ലെങ്കിലും അത് ദയവായി ക്ഷമയോടെ കേൾക്കണം. പുണ്യശാലികളായ ആചാര്യവര്യന്മാരുടെ രചന വായിക്കുന്നതും കേൾക്കുന്നതും പുണ്യമാണ്. അപ്പോൾ ശ്രീ കാമകലാവിലാസത്തിൽ ആവരണങ്ങളുടെ വിവരണം സൃഷ്ടിക്രമത്തിലാണ്. അതായത് പ്രപഞ്ച സൃഷ്ടിയുടെ വികസനം സൂചിപ്പിക്കുന്ന ബിന്ദു മുതൽ ഭൂപുരം വരെ, അഥവാ നവമാവരണം തുടങ്ങി പ്രഥമാവരണം വരെ എന്നുള്ള ക്രമത്തിൽ.
അപ്പോൾ ബിന്ദുമണ്ഡലമാകുന്ന സർവാനന്ദമയ ചക്രത്തിൻ്റെ വാസന വിവരിച്ചിട്ടുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് അടുത്ത ആവരണത്തിലേക്ക് കടക്കാം. തുരീയാതീതപദ പരശിവ വിശ്രാന്തി ലയലക്ഷണാം സിദ്ധിം ദദാതി പ്രാപയതി ഇതി പ്രാപ്തി സിദ്ധി. തുരീയവും കടന്നുള്ള അനുത്തര പരശിവ വിശ്രാന്തി പദത്തിൽ ലയിക്കുന്നതിൻ്റെ ലക്ഷണം ആകുന്ന സിദ്ധിയെ പ്രാപ്തമാക്കി തരുന്നത് കൊണ്ട് പ്രാപ്തി സിദ്ധിയാണ് സർവാനന്ദമയ ചക്രത്തിൻ്റെത്. അപ്പോൾ തുരീയാതീത പദത്തിൻ്റെ പ്രാപ്തിയാണ് പ്രാപ്തി സിദ്ധി. എന്താണത്? ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയം, തുരീയാതീതം എന്നിങ്ങനെ ജീവന് 5 അവസ്ഥകളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 5 അവസ്ഥകളെപ്പറ്റി ചക്രസങ്കേതത്തിൽ, യോഗിനി ഹൃദയത്തിൻ്റെ ആദ്യ അധ്യായമായ ചക്രസങ്കേതത്തിൽ പരാമർശം വരുന്നുണ്ട്. ചക്രസങ്കേതം 49-ാം ശ്ലോകം ഇങ്ങനെയാണ്: ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യാഖ്യ തുര്യരൂപാണ്യമൂനിതു അതീതം തു പരം തേജഃ സ്വസംവിദ് ഉദയാത്മകം. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ശ്രീ അമൃതാനന്ദനാഥർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ജാഗ്രത് ജാഗരിത ദേഹേന്ദ്രിയ വ്യവഹാരഃ, അന്ധഃകരണമാത്ര വ്യവഹാരഃ സ്വപ്നഃ, സർവേന്ദ്രിയ ഉപരതിഃ സുഖവന്മാത്ര പരാമർശഃ സുഷുപ്തിഃ, തുരീയം ചൈതന്യമാത്ര വൃത്തിഃ, അതീതം ജാഗരിതാദി ദശാചതുഷ്ടയ അതീതം, അതയേവ പരം വിശ്വോത്തീർണം വിശ്വോത്തരത്വാത്, കിഞ്ച പരം അനുത്തരം പ്രകാശരൂപം, അത്ര ശ്രുതിഃ തദേവ ജ്യോതിഷാം ജ്യോതിഃ ഇതി. അർത്ഥമിതാണ്: ശരീരവും 5 ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ഉണർന്നിരിക്കുന്ന ജാഗ്രത അവസ്ഥ. അന്ധഃകരണങ്ങളുടെ, പ്രധാനമായി മനസ്സിൻ്റെ വ്യവഹാര മേഖലയാണ് സ്വപ്നാവസ്ഥ. സർവ ഇന്ദ്രിയങ്ങളും മനസ്സും ഉപരതിഹി സുഖവന്മാത്ര പരാമർശഃ, സുഖമായി വിശ്രമിക്കുന്നതാണ് സുഷുപ്തി എന്ന് പറയുന്ന ഗാഠനിദ്ര. ജീവന്റെ ആത്മചൈതന്യം മാത്രം ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് തുരീയാവസ്ഥ, 4ാമത്തേത്. ഈ 4 അവസ്ഥകൾക്കും അപ്പുറത്തുള്ള പ്രാപഞ്ചികാവസ്ഥയെ മറികടന്നുള്ള പാരമാർത്ഥിക തലത്തിലുള്ള പരമാത്മ ചൈതന്യത്തിലേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥയാണ് തുരീയാതീതം. തദേവ ജ്യോതിഷാം ജ്യോതിഃ, ജ്യോതികൾക്കെല്ലാം ജ്യോതിയായത് എന്ന് മുണ്ടകോപനിഷത്ത് വിശേഷിപ്പിക്കുന്ന അനുത്തര പ്രകാശരൂപമാണ് അത്. അപ്പോൾ ഈ നവമ ആവരണ ഉപാസനയോടെ തുരീയാതീതാവസ്ഥ വരെ പ്രാപ്തമാവുന്നു എന്നതാണ് സർവാനന്ദമയ ബിന്ദുചക്രം സൂചിപ്പിക്കുന്ന സിദ്ധി, പ്രാപ്തി സിദ്ധി. അത് സാധകന് സാധിപ്പിച്ചു കൊടുക്കുന്നത് ബിന്ദുമണ്ഡല മധ്യസ്ഥയായ ചക്രേശ്വരി, സാക്ഷാൽ ശ്രീ മഹാത്രിപുരസുന്ദരിയായ പരദേവത തന്നെയാണ്. ആ ചക്രേശ്വരിയുടെ സമസ്ത വിഭൂതികളും സവിശേഷതകളും വൈശിഷ്ട്യങ്ങളും പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സർവാനന്ദ സമഷ്ടിഭൂത പരമാനന്ദമയത്വാത് പരബ്രഹ്മാത്മകേ, അതയേവ പരേ വിശ്വോത്തീർണേ പരമശിവസ്പന്ദമയത്വാത് ചക്രേ നവമേ സംവിത്തി രൂപ പ്രകാശ വിമർശ സാമരസ്യ മഹാബിന്ദുത്രയ ഹാർദ്ധകലാ മഹാകാമകലാ തദ്രൂപ ഭാവനീയേത്യർത്ഥഃ. അതായത് സമസ്ത ആനന്ദങ്ങളുടെയും സമഷ്ടി രൂപമായതുകൊണ്ട് പരമാനന്ദമയവും ലോകാതീതമായതുകൊണ്ട് പരബ്രഹ്മാത്മകവും പരമശിവസ്പന്ദനം സ്പഷ്ടമായി പ്രകാശിക്കുന്നതുമായ 9ാമത്തെ സർവാനന്ദമയ ചക്രത്തിൽ സംവിത് സ്വരൂപിണിയും പ്രകാശവിമർശ സാമരസ്യ സ്വരൂപിണിയും ശിവബിന്ദു, ശക്തിബിന്ദു, മിശ്രബിന്ദു എന്നീ ബിന്ദുത്രയ ചിത് കലയായ മഹാകാമകലയുടെ സ്വരൂപത്തോട് കൂടിയവളുമായി ഭാവിക്കണം എന്ന് അർത്ഥം. സർവയോനിമുദ്ര ആണ് ഈ ആവരണത്തിലെ മുദ്രാശക്തിയുടെ പേര്. അത് വിശദീകരിക്കുന്നതിന് മുമ്പായി എന്താണ് മുദ്രാശക്തി എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നത് ആദ്യം നോക്കാം. മോദനാത്ത് ദ്രാവണാത്ത് മുദ്രാശക്തി എന്നതാണ് മുദ്രാശക്തി എന്നുള്ള പദത്തിൻ്റെ നിർവചനം. ക്രിയാശക്തിസ്തു വിശ്വസ്യ മോദനാത്ത് ദ്രാവണാത്ത് തഥാ
മുദ്രാഖ്യാസ യഥാ സംവിദംബിക ത്രികലാമയി. സംവിദംബിക ത്രികലാമയി, വാമ, ജ്യേഷ്ഠ, രൗദ്രി എന്നീ 3 അംശങ്ങളുടെ സമഷ്ടി രൂപമായി അംബിക എന്ന ഭാവം സ്വീകരിക്കുന്ന സംവിദ്രൂപിണിയായ ചിദ് ശക്തി വിശ്വസ്യ മോദനാത് ദ്രാവണാത് തഥാ മുദ്രാഖ്യ, വിശ്വമായി സ്വയം വ്യാപിക്കുന്നതിൽ ആനന്ദിക്കുകയും ഏകരസമായി അതിൽ തന്മയത പ്രാപിച്ച് തൻ്റെ ആ ആനന്ദത്തെ പ്രപഞ്ചമാകെ ഒഴുക്കുകയും ചെയ്യുന്നത് കൊണ്ട് മുദ്രാശക്തി എന്നും അറിയപ്പെടുന്നു. പ്രപഞ്ച വികസനത്തെ സൂചിപ്പിക്കുന്ന ശ്രീചക്രത്തിൻ്റെ 9 ആവരണങ്ങളിലും ആ മുദ്രാശക്തി 9 വിധേന വ്യാപിക്കുകയും ചെയ്തു. അതിലെ ഏറ്റവും ആദ്യത്തെ ബിന്ദുപീഠം ആകുന്ന സർവാനന്ദമയ ചക്രത്തിൽ സർവയോനി മുദ്ര എന്ന പേരിലാണ് മുദ്രാശക്തി അറിയപ്പെടുന്നത്. എന്താണ് സർവയോനി മുദ്ര എന്ന പേര് സൂചിപ്പിക്കുന്ന തത്വം? സമ്പൂർണസ്യ പ്രകാശസ്യ ലാഭഭൂമിരിയം പുനഃ യോനിമുദ്ര കലാരൂപ സർവാനന്ദമയേ സ്ഥിത. യോനിമുദ്ര കലാരൂപ, കാമകലാസ്വരൂപമായ യോനിമുദ്ര സമ്പൂർണസ്യ പ്രകാശസ്യ ലാഭഭൂമി, സമ്പൂർണ്ണ പ്രകാശഭൂമിയും ശ്രീവിദ്യോപാസനയുടെ പരമമായ ലക്ഷ്യസ്ഥാനവുമായ ശിവസായുജ്യത്തിൻ്റെ സ്ഥാനമാണ്. യോനിരൂപ മുദ്ര യോനിമുദ്ര, യോനിസ്ത്രികോണം വാമാദി ഇച്ഛാദി ശക്തി ത്രിതയ സാമരസ്യ രൂപ അന്തസ്ത്രികോണ അന്തരാള രൂപിണി കലാരൂപ വിമർശ ശക്തി രൂപ. ഇവിടെ യോനി എന്നതിന് ത്രികോണം എന്നും ഉദ്ഭവസ്ഥാനം എന്നും അർത്ഥം മനസ്സിലാക്കണം. വാമ, ജ്യേഷ്ഠ, രൗദ്രി എന്നീ ശക്തിത്രയങ്ങളുടെയും ഇച്ഛാജ്ഞാനക്രിയ എന്നീ ശക്തിത്രയങ്ങളുടെയും സ്വരൂപമായുള്ള ത്രികോണ മധ്യത്തിൽ സകലതിൻ്റെയും പ്രഭവസ്ഥാനമായുള്ള ഉദ്ഭവസ്ഥാനമായുള്ള കാമകലാസ്വരൂപ മഹാബിന്ദുവായുള്ള ചിത് ശക്തിയെ കുറിക്കുന്നതാണ്. ഇവിടെ കലാരൂപ വിമർശശക്തി രൂപ എന്ന ആചാര്യൻ പ്രയോഗിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കണം. കാമകലാരൂപയായ സംവിദ് സ്വരൂപ ചിത്ശക്തി പരാസംവിദ് സ്വരൂപ വിമർശശക്തി തന്നെയാണ് എന്ന അർത്ഥം. ശക്തിതത്വം വിവരിച്ച ആദ്യ ഭാഗങ്ങളിൽ എന്താണ് പരാസംവിദ് സ്വരൂപ വിമർശശക്തി, സംവിദ് സ്വരൂപ ചിത് ശക്തി എന്നതൊക്കെ വിസ്തരിച്ച് സംവാദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് യോനിമുദ്ര വളരെ പ്രധാനമർഹിക്കുന്ന ഒന്നാണ്. ത്രിപുടിയാകുന്ന മറ നീങ്ങി പാരമാർത്ഥികമായ തുരീയാതീത പദത്തിൽ എത്തുമ്പോൾ ചിത് ശക്തിയാകുന്ന പരദേവത പരാസംവിദ് വിമർശശക്തി തന്നെയാണ് എന്ന ജ്ഞാനം ഉദിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. യോനിമുദ്ര എന്നത് മഹാത്രിപുരസുന്ദരിയുടെ ഒരു നാമം തന്നെയാണ്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 982 നാമം. സമ്പൂർണസ്യ പ്രകാശസ്യ പരശിവസ്യ ലാഭഭൂമി പ്രാപ്തി കാരണം. സർവാനന്ദമയ ചക്രത്തിലെ സിദ്ധിയായ പ്രാപ്തിസിദ്ധി എന്താണ് എന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. സമ്പൂർണ്ണ പ്രകാശസ്വരൂപമായ ശിവസായുജ്യം പ്രാപ്തമാക്കി തരുന്നത് കൊണ്ട് പ്രാപ്തിസിദ്ധി എന്ന സിദ്ധിയുടെ നാമം യോജിക്കുന്നു എന്നും കൂടി ശ്രീ ഭാസ്കര റായർ പറഞ്ഞിരിക്കുന്നു സേതുബന്ധം വ്യാഖ്യാനത്തിൽ. യോനിമുദ്ര പ്രകാശിപ്പിക്കേണ്ട രീതി ഇങ്ങനെയാണ്. വാമേച്ഛാരൂപ വക്രതർജനി ദ്വയ അഗ്രഗ്രഹീതവ്യസ്ത അനാമികാദ്വയ അഗ്രപരിഗത ജ്യേഷ്ഠാജ്ഞാനമയ ഋജു സംയുക്ത മധ്യമാദ്വയ മധ്യഗത രൗദ്രീക്രിയാത്മകനിഷ്ഠികാദ്വയ അഗ്രയോജിത സമ്പൂർണ്ണ പ്രകാശരൂപ അങ്കുഷ്ടദ്വയ അഗ്രരൂപ വിമർശകലാരൂപമയീ യോനിമുദ്ര. വാമാശക്തിയെയും ഇച്ഛാശക്തിയെയും പ്രതിനിധാനം ചെയ്യുന്ന 2 ചൂണ്ടുവിരലുകളെ കൊണ്ടും 2 മോതിരവിരലുകളുടെയും അറ്റത്തിൽ കൊളുത്തി പിടിക്കണം. എന്നിട്ട് 2 മോതിരവിരലുകളുടെയും മുകളിലായി ജ്യേഷ്ഠാശക്തിയെയും ജ്ഞാനശക്തിയെയും പ്രതിനിധാനം ചെയ്യുന്ന 2 നടുവിരലുകളെയും നീട്ടിപ്പിടിക്കണം. ആ നടുവിരലുകളുടെ മധ്യത്തിൽ രൗദ്രീശക്തിയെയും ക്രിയാശക്തിയെയും പ്രതിനിധാനം ചെയ്യുന്ന 2 ചെറുവിരലുകളെയും കൂടി അറ്റങ്ങൾ ചേർത്ത് വെച്ച് നീട്ടിപ്പിടിക്കണം.
ഇതിൻ്റെ മുകളിൽ സമ്പൂർണ്ണ പ്രകാശരൂപം പ്രതിനിധാനം ചെയ്യുന്ന തള്ളവിരലുകളെ വയ്ക്കുമ്പോഴാണ് വിമർശ കാമകലാസ്വരൂപ യോനിമുദ്രയാവുന്നത്. വീഡിയോയിൽ സർവയോനി മുദ്രയുടെ ചിത്രം കൊടുത്തിട്ടുള്ളത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. സർവാനന്ദമയ ചക്രത്തിലെ സർവയോനി മുദ്ര സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാമകലാസ്വരൂപ ചിത് ശക്തി എന്നത് വിമർശരൂപ പരാസംവിദ് ശക്തി തന്നെയാണ് എന്ന പരമരഹസ്യത്തെയും അത് പരമാനന്ദ ശിവസായുജ്യമായ ത്രിപുടിയാകുന്ന മറ പൂർണ്ണമായും നീങ്ങിയ തുരീയാതീത പദമായ പാരമാർത്ഥിക തലത്തെയാണ് എന്ന മഹത് തത്വത്തെയുമാണ്. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. ഇപ്പോൾ തന്നെ ഈ ഭാഗത്തിൻ്റെ സംവാദം ഒരുപാട് നീണ്ടുപോയിരിക്കുകയാണ്. ഗുഹ്യതമം മുദ്രാം യോനിമുദ്രാം തതസ്സദാ പ്രച്ഛന്നേനർച്ചയേത് ഭക്തിയാ രഹസ്യം പരമം ഹി സ. രഹസ്യങ്ങളിലും അതിരഹസ്യമായിരിക്കുന്ന ഈ യോനിമുദ്ര ശ്രീചക്ര നവാവരണ പൂജയിലും ഉപാസകൻ അല്ലെങ്കിൽ ഉപാസിക ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന പഞ്ചദശി മന്ത്രജപം, മഹാപാതുകാമന്ത്രം ചൊല്ലിയുള്ള പ്രാർത്ഥന മുതലായവയുടെ ഒടുവിലും മാത്രമേ പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ എന്നതാണ് സമയാചാരക്രമത്തിലെ രീതി. പ്രച്ഛന്നമായിട്ട് ചെയ്യേണ്ടതാണ്. ഈ മുദ്ര മാത്രമല്ല, ശ്രീചക്ര നവാവരണ മുദ്രകളും മന്ത്രങ്ങളും യന്ത്രങ്ങളും ഒന്നും തന്നെ പ്രകടമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ചെയ്യാൻ പാടുള്ളതല്ല എന്നതിനും പാത്മസംഹിതയിൽ പ്രമാണമുണ്ട്. പ്രയോക്തവ്യശ്ച രഹസി ന ബഹിർജന സംസദി മന്ത്രമണ്ഡല മുദ്രാണാം ഗുപ്തിരേഷ സനാതനി. ഇനി അടുത്ത 39-ാമത്തെ ശ്ലോകത്തിൽ പ്രഥമ ത്രികോണത്തിലുള്ള അതിരഹസ്യ യോഗിനികളായ ശ്രീ മഹാകാമേശ്വരി മുതലായ ആവരണ ദേവതകളെക്കുറിച്ചും ശിവശക്തി മിഥുനത്തിൻ്റെ ദിവ്യ സിദ്ധ മാനവ ഔഘങ്ങളാകുന്ന ഗുരുമണ്ഡലം കുറിച്ചും വിവരിക്കുകയാണ്. അത് അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.